ഇപ്പോൾ ഇന്ന് ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി ദുരന്തഭൂമിയിലെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രനും ദുരന്തമനാഥനാക്കി ഇസ്ഹാക്കിനെ ആശ്വസിപ്പിക്കാനാകുന്ന പൊട്ടിക്കരഞ്ഞ കാഴ്ച കണ്ടു. ഉരുൾപൊട്ടലിൽ കാണാതായ നാസറിനായുള്ള തെരച്ചിലിൽ മകൻ ഇസ്ഹാക്കും പങ്കാളിയായതാണ്. അനുഭവമായി പോയി. ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഒരു മിനിറ്റ്, ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. ഞാനിപ്പോൾ അവരെ പറ്റി ആലോചിക്കാം. നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം, ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്ന ഉറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അത് നേരത്തെ പറയുന്ന പോലെ ഈ ദുരന്തഭൂമിയിലെത്തി നമ്മൾ എത്രയായാലും നമ്മുടെ ഈ ദൃശ്യങ്ങൾ കൂടിയൊക്കെ അതിൻ്റെ ഭീകരത, അതിലൊരു 10% ഒക്കെ മാത്രം നമുക്ക് എടുക്കാം. അത് നമ്മുടെ ഈ ദൃശ്യങ്ങളുടെ പരിമിതിയാണ്. അത് ആരുടെ ക്യാമറയുടെ പരിമിതിയാണ്. അത് നമ്മുടെ കണ്ണിൽ കാണുന്ന പോലെ ആവില്ല. കണ്ണിൽ അവിടെ പോയി കാണുന്നതും അവരെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വികാരമാണ് മന്ത്രിയുടേത്. നാടകമാണ്, അഭിനയമാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ജസ്റ്റ് വണ്ടി പിടിച്ച് ആ മേഖലയിൽ ഒന്ന് പോയി നിൽക്കുക. ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് പോയി നിന്നാൽ മതി. പിന്നെ ആ കണ്ണുനീർ അഭിനയമാണെന്നും ആരും പറയില്ല.